ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ ഇന്നലെ നടന്നിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമ കേസിൽ പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തത് മറ്റാരുമല്ല, പ്രശസ്ത സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായിട്ടുള്ള രഞ്ജിത്തിനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അയാൾ തന്നെ സംവിധാനം ചെയ്ത സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു യുവ നടിയോട് ബെറ്റർ എന്താ പറയാ ഒരു റോള് തരാമെന്ന് ഓഫർ ചെയ്ത് അതിനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കാൻ നോക്കി എന്നതാണ് കേസ്. അതതിന്റെ ജീവനും കൊണ്ട് എടുത്ത് ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം ആ കുട്ടി എന്ത് ചെയ്തു? അവിടുത്തെ ഇന്റേണൽ കമ്മിറ്റിയിൽ പരാതി കൊടുത്തു. പക്ഷെ ആ കമ്മിറ്റിയിൽ ഒരു പരാതിക്കും എന്തുണ്ടായില്ല? വാല്യൂ ഉണ്ടായില്ല. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു. രഞ്ജിത്തിനെ നമുക്ക് ഇതിനു മുൻപും ഇതേ കേസിൽ 2 തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് ഒരു ലേഡിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരു ബോയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി എന്ന് പറഞ്ഞിട്ടും ഇതുപോലെ തന്നെ 2 കേസുകൾ നമ്മുടെ മുൻപിനകത്തുണ്ട്. ഇത് മൂന്നാമത്തെയാണ്. ഒന്നിൽ പിഴച്ചാൽ 3 അല്ലെ? പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന അവസ്ഥ തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 61 വയസ്സുള്ള ഒരാള് 10, 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മേലെ കാണിക്കുന്ന അതിക്രമം. ശരിക്കും ഇവനൊക്കെ നല്ല മുള്ളും മുരിക്കുമ്പോ കയറ്റി 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി കഴിഞ്ഞാൽ തീരാവുന്ന അസുഖമേ ഉള്ളൂ. ആ അസുഖം അങ്ങനെ തന്നെ പോലീസ് മാറ്റി കൊടുക്കണം. കാരണം ഇത്രയും നാളിനിടയ്ക്ക് ഇയാൾ എത്രയോ സിനിമേനകത്ത് അല്ലെങ്കിൽ എത്രയോ സിനിമയുടെ അമരക്കാരനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇതുപോലെ എത്ര ആൾക്കാരോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ആ പെൺകുട്ടിക്ക് ഈ ഒരു ധൈര്യം, തനിക്കെതിരെ നടന്ന ഒരു ലൈംഗിക അതിക്രമത്തിനെ കംപ്ലൈന്റ് ആയിട്ട് പോകാനുള്ള ധൈര്യം കിട്ടിയത് ഉറപ്പായിട്ടും അത് അതിജീവിത എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും വലിയൊരു റോൾ മോഡലായിട്ടുള്ള നടി തന്നെയാണ്. കാരണം ആ പെൺകുട്ടി ഇന്ന് ധീരമായിട്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള പരാതികളും ഇതുപോലുള്ള കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ വന്ന വിഷയം എനിക്കൊരു കോമഡി തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായപ്പോൾ അത് ഇറങ്ങി ഓടി. ഓടിയതിന് ശേഷം അത് കംപ്ലൈന്റ് കൊടുത്തത് ഉറപ്പായിട്ടും അവിടെ ആദ്യം കൊടുക്കേണ്ട ആർക്കാ? ഇന്റേണൽ കമ്മിറ്റിക്കാണ് അല്ലെ? നടിയും ആക്രമിക്കപ്പെട്ട ബന്ധപ്പെട്ട കേസിനകത്ത് ഇതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്റേണൽ കമ്മിറ്റി വരുന്നത്. പക്ഷെ ഇവിടെ ഒരു വിരോധാഭാസം എന്താന്ന് വെച്ചാലേ, ഒരു സിനിമ നടക്കുമ്പോൾ ആ സിനിമ സെറ്റിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് ഇന്റേണൽ കമ്മിറ്റിയിൽ വരുന്നത് മെയിനായിട്ട്. ഇവിടെ നടന്നത് ഇവിടെ ആ പെൺകുട്ടിയോട് എന്താ പറയാ ലൈംഗികാതിക്രമം നടത്തിയത് ആ സിനിമയുടെ അമരക്കാരനാണ്. എന്തോ ഒരു വിരോധാഭാസമാണല്ലേ? ശരിക്കും അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ അമരക്കാരനെതിരെ തന്നെ ആരായിരിക്കും ഒരു എന്താ പറയാ നടപടി എടുക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക? ആ പെൺകുട്ടിയോടൊപ്പം ആരൊക്കെ നിൽക്കും? ശരിക്കും ആ പെൺകുട്ടിക്ക് അവിടെ നീതി കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അത് ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമമായിരുന്നിട്ടുണ്ടാവാം. കാരണം അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി ഇന്ന് ഡിജിപിക്ക് പരാതി കൊടുത്തിട്ട് അതിന്റെ മേലെ നടപടി എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയത്. സോ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു ഇന്റേണൽ കമ്മിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് എന്താ പറയാ ആ സിനിമ സെറ്റിലുള്ള ആൾക്കാരെ തന്നെ ഈ ഒരു സ്ഥാനത്തോട്ട് ഇരുത്താതെ ഉറപ്പായിട്ടും പുറത്തു നിന്നുള്ള ആൾക്കാര് ഒരു നിശ്ചിത 3, 4 പേരടങ്ങുന്ന ആ സിനിമയിൽ നിന്നും ബന്ധപ്പെട്ട 1, 2 പേരും അതുപോലെ തന്നെ പുറത്തു നിന്ന് പല മേഖലയിൽ നിന്നും 1, 2 പേര് കൂടി ആ ഇന്റേണൽ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത കൂടുതലല്ലേ? ഇതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആ സിനിമേനകത്ത് ഇപ്പൊ ഒരു നിർമ്മാതാവോ അല്ലെങ്കിൽ മെയിൻ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധായകനോ തിരക്കഥാകൃത്തിനോ ഒക്കെ എതിരെ ഒരു നടപടി എടുക്കാൻ ധൈര്യപ്പെടുന്ന ഏത് ഇന്റേണൽ കമ്മിറ്റിയാണ് ഉണ്ടാവുക? സോ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ? എനിക്കിത് പണ്ടും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രപ്പരുത്ത് വിവരമില്ലാത്തവരാണോ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയെന്നുള്ള കാര്യം. ഉറപ്പായിട്ടും ഇത് തിരുത്തപ്പെടേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഇപ്പോ എല്ലാ മേഖലയിലും എല്ലാ സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലും ഇതുപോലത്തെ ഒരു സുരക്ഷ ഏറ്റവും കൂടുതൽ വേണം. അത് ഉറപ്പായിട്ടും ഗുണമേ ചെയ്യൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പരാതികൾ ഇഷ്ടംമാതിരി വരും. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫേമിൽ നിൽക്കുന്ന ഒരാള് എത്രയോ സിനിമകൾ ചെയ്തു. എത്രയോ സിനിമകൾക്ക് തിരക്കഥ എഴുതി. എത്രയോ സിനിമകളിൽ അഭിനയിച്ചു, ഡയറക്ട് ചെയ്തു. ഇത് 1, 2 കേസിൽ ഒതുങ്ങി പോകേണ്ട ഒരു കാര്യമായിരുന്നിട്ടുണ്ട്. ഇതിനു മുൻപും ഈ കർപ്പണം കെട്ട പരിപാടികൾ കാണിച്ചിട്ടുണ്ടാവൂലേ? അന്ന് ഇതൊന്നും പുറത്ത് വരാത്തത് അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോഴും നമ്മൾ ആരും അറിയാതെ പോകുന്നത് ഇതുപോലത്തുള്ള
വിരോധാഭാസങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടിട്ടാണ് ധൈര്യമില്ല ആൾക്കാർക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ഇനിയും ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോവാണ്. സിനിമാ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ വളർച്ചയുടെ പാതയിൽ തന്നെയാണ് ഇപ്പോഴും അല്ലെ. അകത്തും പുറത്തും കേരളത്തിനകത്തും പുറത്തും നമ്മുടെ മലയാള സിനിമയ്ക്ക് അത്രയേറെ സ്ഥാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഓരോ വർഷത്തിലും എത്രയോ സിനിമകളാണ് പുറത്തൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റിക്കും അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. നമ്മളുടെ ഒരു സിനിമ ഇൻഡസ്ട്രി മറ്റുള്ളവർ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു ഇതുപോലത്തെ തോന്നിവാസത്തിനാവരുത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ മാറ്റണം. എന്തായാലും ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റിലൂടെ രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.